Hi friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയായി ഞാൻ കണക്കാക്കുന്നത് നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ഡെയിലി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 200+ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പെയ്ഡ് കോഴ്സ് അല്ല, നമുക്ക് ഫ്രീ ക്ലാസ്സസ് ആണ് അവൈലബിൾ. ഓക്കെ, നമ്മൾ ഒരു ക്രാഷ് കോഴ്സ് പോലെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചോദിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 200 വീഡിയോസ് അബവ് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. പേപ്പർ 1 നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ പേപ്പർ 2 കൊമേഴ്സിനും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നു, നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ഡെയിലി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേരള സെറ്റിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്കും നമ്മളുടെ കേരള സെറ്റിൻ്റെ എക്സാംസ് കഴിയും. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് NTA നെറ്റിൻ്റെ പേപ്പർ 1 വേണ്ടിയിട്ടാണ്. സോ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, പുതിയ സ്റ്റുഡൻസിന് വേണ്ടി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളിപ്പോൾ കേരള സെറ്റിൻ്റെ എക്സാം വളരെ സീരിയസ് ആയിട്ട്, വളരെ സിൻസിയർ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഓരോ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെയിലി ടോപ്പ് മിനി സീരീസ് എന്ന് പറഞ്ഞ സീരീസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 95% പോർഷൻ അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്യാത്ത പോർഷൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ എല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷനെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. സോ എനിക്ക് കുറേയധികം മെയിൽസ് വന്നു, മാമിൻ്റെ ആ ക്ലാസ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന ആ ഒരു രീതി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു. താങ്ക് യു ഫോർ ദാറ്റ്. സോ എനിക്ക് മനസ്സിലായി കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു പ്രാക്ടീസാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്ട് 20 വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ 20 പാർട്സാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞില്ലേ. അതിൽ ഓരോ പാർട്ടിലും നമ്മൾ ഈച്ച് വീഡിയോയിൽ 7 ക്വസ്റ്റ്യൻസ് വെച്ച് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കൂ, 20 × 7 എന്ന് പറയുമ്പോൾ 140 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയാണ്. ആൻഡ് ഞാൻ പറഞ്ഞു 2020, 2019, 2018, 2017 ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 2016 ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളിങ്ങനെ ചെയ്തു പോയി ഓരോ പ്ലേലിസ്റ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ കേരള സെറ്റിൻ്റെ എക്സാം ഇയർലി ട്വൈസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഓരോ സെറ്റും ഇപ്പോൾ ഫെബ്രുവരി ഒന്ന് കണ്ടക്ട് ചെയ്യും, പിന്നെ ഒന്ന് ഓഗസ്റ്റിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ എന്നുള്ള രീതിയിൽ 2 സെറ്റും കൂടെ കൂട്ടിയാണ് ഞാൻ ഒരു പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ യുവർ ഈസി ആക്സസ്. ഓക്കെ, എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ കേരള സെറ്റിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അരച്ചു കുടിച്ചിട്ടാണ് നിങ്ങൾ എക്സാമിന് പോകുന്നതെങ്കിൽ സക്സസ് ഇസ് ഫോർ ഷുവർ. ഞാൻ അതിൻ്റെ ബെസ്റ്റ് ഒരു ടെസ്റ്റിമണിയാണ്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം റെഫർ ചെയ്ത് പോയി പാസ് ഔട്ട് ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഉറപ്പോടുകൂടി നിങ്ങളോട് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ഡു ഫോക്കസ് ഓൺ യുവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇപ്പോൾ എൻ്റെ തന്നെ കാണുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, നിങ്ങൾക്കിപ്പോൾ റണ്ണിങ് ഔട്ട് ഓഫ് ടൈമാണ് അല്ലേ. നമുക്കിനി അങ്ങോട്ട് മുന്നോട്ടുള്ളത് ഒരു 10 to 13 ഡേയ്സ് എന്നുള്ള രീതിയിലേക്കാണ് നമുക്കുള്ളത്. നിങ്ങളപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് വർക്ക് ഔട്ട്. ഓക്കെ, നമ്മളുടെ വീഡിയോസ് തന്നെ കാണണമെന്നില്ല. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സെക്ഷൻ മാത്രം ഒന്ന് ഓടിച്ചിട്ട് കണ്ടാൽ മതി. ഓക്കെ, ദാറ്റ്സ് നമ്മൾ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യം. ഞങ്ങൾ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും കേരള സെറ്റ് കിട്ടണം എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങളത് നേടിയെടുക്കും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. സോ ഡു ഫോക്കസ് ദാറ്റ് ആൻഡ് ഡു അച്ചീവ് യുവർ എക്സാം കേരള സെറ്റ് 2021. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബിഗിൻ. നമ്മളിപ്പോൾ പാർട്ട് 2 ഓഫ് 2016 ജൂൺ സീരീസാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 ഞാൻ ഓൾറെഡി ഇന്നലെ അപ്ലോഡ് ചെയ്തു. സോ മിസ് ഔട്ട് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുള്ള പക്ഷം ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, നമുക്കിപ്പോൾ നമ്മളുടെ സെക്ഷനിലേക്ക് പോവാം. ഞാൻ ഇന്നലെ നമ്മളുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു, അതായത് നമ്മൾക്ക് മെയിനായിട്ട് കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ട് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ഫോർ ഷുവർ ഒരു 2 or 3 എങ്കിലും ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ വേറൊരു ഫേവറേറ്റ് ആണ് റൈറ്റ് സീക്വൻസ് ഇൻ ദ പ്രോസസ്
എന്നുള്ള രീതിയിൽ, അതായത് കറക്റ്റ് സീക്വൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. നമുക്കവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ 4 ഓപ്ഷനും നമുക്ക് സൂപ്പർ കൺഫ്യൂഷൻ അടിക്കുന്ന രീതിയിലായിരിക്കും അവർ ആ സീക്വൻസ് നമ്മളുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഓരോ വീഡിയോസിലും ഇപ്പോൾ റൈറ്റ് സീക്വൻസ് ചെയ്യാൻ പറയുമ്പോൾ ഞാനതിൽ ഓരോ ടിപ്പും ട്രിക്കുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ആ പറഞ്ഞ ടിപ്പുകളും ട്രിക്കുകളും നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞ് അതൊന്ന് എക്സാമിൻ്റെ സമയത്ത് ഒന്ന് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് ഇറ്റ് വർക്ക്സ് വണ്ടർ. ഓക്കെ, സോ വിതൗട്ട് മച്ച് ടൈം ലെറ്റ്സ് മൂവ് ടു ആ സെഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. സോ ഇതിൽ 4 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. സോ നമുക്കതൊന്ന് നോക്കാം. സൈക്കോ അനലിറ്റിക്കൽ തിയറി, എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും അറിയണ്ടാവും. സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞത് പ്രപ്പോസ് ചെയ്തത് ഫ്രൂയിഡ് അല്ലേ? അദ്ദേഹത്തിൻ്റെ തിയറിയിലെ ഒരു കാര്യം ഞാൻ ഒന്ന് വേഗം മെൻഷൻ ചെയ്തു പോയിക്കോട്ടെ. അദ്ദേഹത്തിൻ്റെ തിയറി, സൈക്കോ അനലിറ്റിക്കൽ തിയറിയിൽ 3 കമ്പോണൻസ് ഉണ്ട്: ഐ ഡി, സൂപ്പർ ഈഗോ ആൻഡ് ഈഗോ. ഐഡിയ എന്ന് പറയുമ്പോൾ ഐ വോണ്ട് ദിസ്, എനിക്കത് വേണം, ഞാൻ ഒരു തേഴ്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഹങ്കർ, എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നു, എനിക്ക് നല്ലതായിട്ട് ദാഹിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റാണ് ഐഡിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സൂപ്പർ ഈഗോ ആണെങ്കിൽ ദിസ് ഇസ് നോട്ട് ദ വേ ടു ഗെറ്റ് ഇറ്റ് എന്നുള്ള ഒരു രീതിയാണ് സൂപ്പർ ഈഗോയിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഈഗോയിലാണെങ്കിൽ ലെറ്റ് വർക്ക് ഓൺ ഇറ്റ്, നമുക്കതിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയാണ്. ഒരു ലോജിക്കൽ ആൻഡ് എ കോൺഷ്യസ് പാർട്ട് ഓഫ് മൈൻഡാണ് ഈഗോയിൽ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല 2 കാര്യം. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയനെ നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടും, അതായത് പ്ലഷർ പ്രിൻസിപ്പിൾ എന്നുള്ളത്. എൻ്റെ സ്റ്റുഡൻസിൽ ആരെങ്കിലും ഈ ഒരു പോയിൻ്റ് നോട്ട് ഡൗൺ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്യണം. കാരണം നമ്മളുടെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള ഒരു പോയിൻ്റാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഐഡി എപ്പോഴും അറിയപ്പെടുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ എന്നും ഈഗോനെ അറിയപ്പെടുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്നുമാണ്. സൂപ്പർ ഈഗോയ്ക്ക് പ്രത്യേകിച്ച് വലിയ പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. അത് കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്, അവർ ഈഗോൻ്റെ ഈ ഒരു റിയാലിറ്റി പ്രിൻസിപ്പിൾ ഇല്ലേ, അത് അവർ സൂപ്പർ ഈഗോയ്ക്ക് ഇട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഐ ഡിക്കാണ് പ്ലഷർ പ്രിൻസിപ്പിൾ, അതുപോലെ ഈഗോനാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് തിയറീനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കുന്നത് ട്രേറ്റ് തിയറിയാണ്. ട്രേറ്റ് തിയറി ആരാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഇവിടെ ഓപ്ഷനിൽ കേറ്റിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കറക്റ്റ് ആൻസർ കേറ്റിൽ തന്നെയാണ്. പിന്നെ ഒരു ട്രേറ്റ് തിയറി മെൻഷൻ ചെയ്തിരിക്കുന്നത് ആൽപോർട്ടാണ്. ആൽപോർട്ട് എന്ന് പറയുമ്പോൾ ഗോർഡൻ ആൽപോർട്ട്. അദ്ദേഹത്തിൻ്റെ തിയറിയിലും കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നോക്കാത്തവർ മസ്റ്റായിട്ട് നോക്കണം. കേറ്റലിൻ്റെ ട്രേറ്റ് തിയറിയും അതുപോലെ തന്നെ ആൽപോർട്ടിൻ്റെ ട്രേറ്റ് തിയറിയും മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, ഇനി നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, സൈക്കോ സോഷ്യൽ തിയറി. എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ തിയറി, അത് നമ്മളുടെ ഇൻഫൻറ്റ് മുതൽ നമ്മളുടെ അഡൽട്ട്ഹുഡ് വരെയാണ് ഈ ഒരു സൈക്കോ സോഷ്യൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്തു പോയിരിക്കുന്നത്. അത് ഞാനൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു. സോ കാണാത്തവർ ഒന്ന് ജസ്റ്റ് ആ ഒരു വീഡിയോയിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ BEd നോട്ട്സിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സൈക്കോ സോഷ്യൽ തിയറി എറിക്സൺ. ഓക്കെ, അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് തിയറി നമ്മൾ പറയുന്നത് 2 ഫാക്ടർ തിയറിയാണ്. 2 ഫാക്ടർ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് സ്പിയർമാൻ ആണ്. അവിടെ 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ആ 2 തിയറി എന്നുള്ളത് പഠിച്ചു വെക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെ 2 ഫാക്ടർ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറലും അതുപോലെ തന്നെ സ്പെസിഫിക്കും ആണ്. ജനറലാണ് ഒരു തിയറി, അതുപോലെ തന്നെ മറ്റൊരു തിയറി എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾക്ക് ഏകദേശം ഈ പറഞ്ഞ വ്യക്തികളെ പറ്റിയും അതുപോലെ തന്നെ അവരുടേതായ തിയറീനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഒരു മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിനെ പറ്റി നല്ല ഒരു ഫ്ലുവൻ്റ് ആവണമെങ്കിൽ കുറേയധികം മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. എനിക്ക് ഏറ്റവും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ മാച്ച് ദ ഫോളോയിങ്. അതായത് ഏതെങ്കിലും ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും 1 or 2 നമുക്ക് അറിയണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് 3ഉം 4ഉം മാർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അതാണ് ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ ഒരു മെറിറ്റ്. പക്ഷേ അവിടെ തന്നെ നമുക്കൊരു പ്രോബ്ലം വരാൻ പോകുന്നത്, ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ട എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഓപ്ഷൻ ലോക്ക് ചെയ്യും. പക്ഷേ ചിലപ്പോൾ ആ ഒരു ആൻസർ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ആയിരിക്കില്ല കറക്റ്റ് ആൻസർ. അതുകൊണ്ട് 1-2 പ്രാവശ്യം ആലോചിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാൻ. നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഹൂ ഡിഡ് ദിസ് തിയറി എന്നുള്ള രീതിക്ക് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ തിയറി അറിയാനുണ്ടാവും. പക്ഷേ മാച്ച് ദ ഫോളോയിങ്ങിൽ നിങ്ങൾ ട്വൈസ് ചെക്ക് ചെയ്തിട്ട് വേണം ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ലോക്ക് ചെയ്യാനായിട്ട്. ഓക്കെ,
പോയിന്റ് മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. മാച്ച് ദ ഫോളോയിങ് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും, പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഒളിയമ്പ് എന്ന് പറയുന്നതാണിത്. നമ്മൾ ചിലപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമുക്കറിയാവുന്ന ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി വേഗം പോയി അത് ലോക്ക് ചെയ്യും. പക്ഷേ തിങ്ക് ട്വൈസ് എന്നിട്ട് മാത്രം ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ നിങ്ങൾ ലോക്ക് ചെയ്യുക. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ 4 ഫേമസ് പേഴ്സണാലിറ്റീനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഈ 4 പേഴ്സണാലിറ്റീനെ പറ്റിയും ഒരു വൈഡായിട്ടുള്ള ഡിസ്കഷൻ 30 മെയിൻ പ്രൊപ്പൗണ്ടേഴ്സിൻ്റെ വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും 4 ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈവൻ തോ നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോകാം. ഫ്രൊബലിൻ്റെ ഒരു ബുക്കാണ് എഡ്യൂക്കേഷൻ ഓഫ് മാൻ. ആ ഒരു ബുക്കിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനെ പറ്റിയാണ് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഫ്രൊബൽ എന്ന് പറയുമ്പോൾ തന്നെ എഡ്യൂക്കേഷൻ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ആ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു. സോ ഫ്രൊബൽ എന്ന് എവിടെ കേട്ടാലും ഓർത്തോ, അപ്പോൾ തന്നെ അടുത്ത് എഡ്യൂക്കേഷൻ ഓഫ് മെൻ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് വൺ ജോൺ ഡ്യൂയി ആണ്. ജോൺ ഡ്യൂയിൻ്റെ മറ്റൊരു ബുക്കാണ് ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ. ജോൺ ഡ്യൂയി ആരാണ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പല വീഡിയോസിലായിട്ട് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. സോ അത് ഞാൻ പിന്നെ റീക്യാപ്പ് അടിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നോട്ട്സും ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജോൺ ഡ്യൂയി എന്ന് പറയുന്നത് ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തു. അത് 1916 പബ്ലിഷ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, റോസിയോ എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട് എമിലി, 2 പെൺകുട്ടികളുടെ പേര് എന്ന് ഓർത്താൽ മതി, റോസിയോ എമിലി എന്നുള്ളത്. ആൻഡ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എമിലി അല്ലെങ്കിൽ ഓൺ എഡ്യൂക്കേഷൻ, ഇറ്റ് ഈസ് എ ട്രീറ്റി ഓൺ ദ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൺ നേച്ചർ ഓഫ് മെൻ. മനുഷ്യന്മാരുടെ നേച്ചറിനെ പറ്റിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ നേച്ചറിനെ പറ്റിയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ബുക്കാണ് അല്ലെങ്കിൽ ഒരു ട്രീറ്റിയാണ് എമിലി ഓർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് ജീൻ ജാക്കസ് റോസിയോ ആണ്, ഹു കൺസിഡർഡ് ഇറ്റ് ടു ബി ദി ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ ഹിസ് റൈറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിലെ ഏറ്റവും ബെസ്റ്റായിട്ടും അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റപ്പായിട്ടാണ് അദ്ദേഹം ഇതിനെ കണക്ക് കൂട്ടുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് ഇസ് അവർ ഫേവറേറ്റ് മോണ്ടസ്ട്രോയ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റ് പെയറിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട വാക്ക് ചൈൽഡ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മരിയ മോണ്ടസ്ട്രോയ് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷനാണ് മോണ്ടസ്ട്രോയ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ചൈൽഡിനെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സീക്രറ്റ്സ് ഓഫ് ചൈൽഡ്ഹുഡ്, അവിടെ ഒരു ചൈൽഡ് ഉണ്ട്, കണ്ടോ? സോ മരിയ മോണ്ടസ്ട്രോയുടെ പോയിൻ്റാണ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ മസ്റ്റായിട്ടും ഒരു ചൈൽഡ് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ടേം ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഇതിൽ ഉറപ്പിക്കാം അല്ലേ? സോ റിസർച്ചിൻ്റെ ഒരു റൈറ്റ് സീക്വൻസിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈവൻ എനിക്ക് തോന്നുന്ന ലാസ്റ്റ് 2 വീഡിയോസിലും ഞാൻ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു സീക്വൻസ് ചെക്ക് ചെയ്യുമ്പോൾ അത് റിസർച്ചിൻ്റെ തന്നെ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റിലേക്കാണ് ആദ്യം ഫോക്കസ് കൊടുക്കുന്നത്. ഇവിടെ ലാസ്റ്റത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ടേക്കിംഗ് ഇൻഫോംഡ് ഓഫ് ആക്ഷൻ. ഞാനിവിടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ മാത്രം നിങ്ങളുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 3 ഓപ്ഷൻസും റോങ് ആയതുകൊണ്ടും പിന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ കറക്റ്റായിട്ടുള്ള ആൻസർ മാത്രം പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ലാസ്റ്റത്തെ ഇവിടെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ടേക്കിംഗ് ഇൻഫോംഡ് ഓഫ് ആക്ഷൻ എന്നുള്ളതാണ്. അതിൻ്റെ തൊട്ട് മുന്നേ നോക്കിയേ റിപ്പോർട്ടിംഗ് റിസൾട്ട്സ് എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, റിസർച്ചിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ലാസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് റിസൾട്ട്സ് എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഈ ലാസ്റ്റത്തെ പോയിൻ്റ് അല്ലല്ലോ റിപ്പോർട്ടിംഗ് റിസൾട്ട്സിൽ, പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. 2016 ജൂൺ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ എല്ലാ ഓപ്ഷൻ്റെയും ലാസ്റ്റായിട്ട് ഈ ഒരു ടേക്കിംഗ് ഇൻഫോംഡ് ആക്ഷൻ എന്നുള്ളൊരു പോയിൻ്റ് അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്താണോ റിസൾട്ട് കിട്ടിയത് അത് വെച്ച് നമ്മൾ ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആക്ഷൻ റിസർച്ചിൽ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് റിപ്പോർട്ടിംഗ് റിസൾട്ട്സ് കിട്ടിയതിന് ശേഷം
നമ്മൾ ആ ഒരു റിസൾട്ട്സ് വെച്ചിട്ട് നമ്മളൊരു ആക്ഷൻ പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ഷൻ റിസർച്ചിന് മാത്രം ഇങ്ങനെ ഒരു പോയിന്റ് ആഡ് ഓൺ ചെയ്യും. അല്ലാത്ത ഏതൊരു റിസർച്ചിൻ്റെ ക്വസ്റ്റ്യൻ, അത് റൈറ്റ് സീക്വൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ ലാസ്റ്റ് വരുന്നത് റിപ്പോർട്ടിംഗ് റിസൾട്ട്സ് തന്നെയാണ്. ഇനി നമ്മൾക്ക് ആദ്യം തുടങ്ങി നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് സെലക്ടിങ് എ ഫോക്കസ്. അതെല്ലാം നമ്മളുടെ സാധാരണ സീക്വൻസ് പോലെ തന്നെ ആദ്യം നമ്മൾ ഒരു ഫോക്കസ് സെലക്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ അതിൽ റിസർച്ച് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ നമുക്ക് റിസർച്ച് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഡേറ്റാസാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്തു ആൻഡ് ദെൻ അനലൈസിങ് ദ ഡേറ്റ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു റിപ്പോർട്ട് റിസൾട്ട്സ് കിട്ടും ആൻഡ് ദെൻ ടേക്കിംഗ് ഇൻഫോംഡ് ഓഫ് ആക്ഷൻ. ദാറ്റ്സ് ഇറ്റ്, വെരി സിമ്പിൾ. നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ ഓർത്താൽ മതി. നമ്മൾ ആദ്യം ഒരു ടോപ്പിക്ക് ഫോക്കസ് ചെയ്യണം. ആ ടോപ്പിക്ക് ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മൾക്കതിൽ എന്താണോ കണ്ടുപിടിക്കാനുള്ളത്, എന്താണോ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ദ റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മൾ പിന്നെ ഫോർമുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണം ആൻഡ് ദെൻ അനലൈസിങ് ദ ഡേറ്റ, റിപ്പോർട്ടിംഗ് റിസൾട്ട്സ് ആൻഡ് ടേക്കിംഗ് ഇൻഫോംഡ് ആക്ഷൻ എന്നുള്ള ഈ ഒരു സ്റ്റെപ്സിലാണ് നമ്മളുടെ പ്രൊജക്റ്റിന് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. റൈറ്റ് സീക്വൻസ് ഇൻ ദ പ്രോസസ് ഓഫ് കണ്ടക്ടിങ് ആൻ ആക്ഷൻ റിസർച്ച് എന്ന ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് ആൻസർ. ഓക്കെ, now moving to the next question. Write sequence in process constructing an achievement test. ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സീക്വൻസ്, അതും റൈറ്റ് സീക്വൻസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കതിനെ ഒന്ന് നോക്കാം. പ്ലാനിങ് ഓഫ് ദ ടെസ്റ്റ്. ഒരു ടെസ്റ്റിനെ പറ്റി നമുക്ക് ഫസ്റ്റ് ഒരു പ്ലാനിങ് ഉണ്ടാവണം. ദെൻ പ്രിപ്പയർ ഡിസൈൻ ഓഫ് ദ ടെസ്റ്റ്. എങ്ങനെയാണോ നമ്മൾ ആ ടെസ്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. പ്രിപ്പയർ ദ ബ്ലൂ പ്രിൻറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ആൻഡ് ലാസ്റ്റ് റൈറ്റിംഗ് ഓഫ് ഐറ്റംസ്. കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് പൗലോ ഫെറേറിയൻ കോൺസെപ്റ്റ്സ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. പൗലോ ഫെറേറിയൻ്റെ കോൺസെപ്റ്റ്സ് ഉണ്ട്. അത് ഇപ്പോൾ 4 ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ആ 4 അറേഞ്ച് ചെയ്ത് സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കതൊന്ന് നോക്കാം. സോ നിങ്ങൾ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പൗലോ ഫെറേറിയുടെ ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട ഒരു ബുക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ് എന്നും. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പെഡഗോഗിയും ഈ ഒരു പൗലോ ഫെറേറിയൻ്റെ തന്നെയാണ്. സോ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ് എന്നൊരു ബുക്കുണ്ട്. ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തത് പൗലോ ഫെറേറിയാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. ഒപ്രഷൻ, ഡയലോഗ്, കോൺസെൻട്രേഷൻ. സോ ഇവിടെ നമുക്ക് 4 കോൺസെപ്റ്റ്സ് തന്നിട്ടുണ്ട്. ഈ 4 കോൺസെപ്റ്റ്സും ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ കറക്റ്റ് ഓർഡർ. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ഓർഡർ തന്നെയാണ്. സോ നമ്മൾക്കിനി ഓരോ കോൺസെപ്റ്റിനെ പറ്റി ജസ്റ്റ് ഒരു 2 സെൻറ്റൻസിൽ ഞാൻ വേഗം പറഞ്ഞു പോവാം. ഓപ്പറേഷനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, വയലൻസ് ആൻഡ് ഫെയിലിയർ ടു റെക്കഗ്നൈസ് അതേഴ്സ് ആസ് പേഴ്സൺ. മറ്റുള്ള ഒരാളെ നമ്മൾ പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യാതെ നമ്മൾ അവരുടെ മേലിൽ വയലൻസ് കാണിക്കുകയും അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ്, ആ ഒരു കോൺസെപ്റ്റാണ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now moving to the next concept, that is dialogue. According to Ferre, true dialogue cannot exist unless the partners engage in love, humility, faith, trust, hope and critical thinking. ഒന്നില്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഇഷ്ടം വേണം, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി, ദെൻ ഫെയ്ത്ത് ഒരു വിശ്വാസം, ട്രസ്റ്റ്, പിന്നെ ഒരു ഹോപ്പ് ഒരു പ്രതീക്ഷ, ആൻഡ് എ ക്രിട്ടിക്കൽ തിങ്കിങ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു നല്ല ഡയലോഗ്, ഒരു ട്രൂ ഡയലോഗ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പൗലോ ഫെറെ പറയുന്നത്. സോ ഓപ്പറേഷൻ എന്താണെന്ന് മനസ്സിലായി. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ഫൈറ്റ് എന്നുള്ള രീതി ഒന്ന് ആലോചിച്ചാൽ മതി. ഡയലോഗ് നമ്മളുടെ പാർട്ട്നേഴ്സ് തമ്മിലോ ആര് തമ്മിലോ ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് കണക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷനാണ് ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസൈൻസൈറ്റേഷൻ, അതായത്
It means the way in which the individual and communities develop a critical understanding of their social reality through the reflection and action. So, ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസ് റിഫ്ലക്ഷനിലൂടെയും ആക്ഷനിലൂടെയും അവർ ജസ്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കൺസൈൻസൈറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ മൂവിങ് ടു ദ ലാസ്റ്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഇസ് പ്രാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിഫ്ലക്ഷൻ ആൻഡ് ആക്ഷൻ ഡയറക്റ്റഡ് അറ്റ് ദ സ്ട്രക്ചർ ടു ബി ട്രാൻസ്ഫോംഡ്. അതായത് കുറച്ച് റിഫ്ലക്ഷൻസ് അതുപോലെ തന്നെ ആക്ഷൻസ്, അത് എന്തിനാണ്? അറ്റ് ദ സ്ട്രക്ചർ ടു ബി ട്രാൻസ്ഫോം, എന്താണോ മാറേണ്ടത് അതിൽ എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിഫ്ലക്ഷൻസും അതുപോലെ തന്നെ ആക്ഷൻസും. മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് എ വണ്ടർഫുൾ ആൻഡ് ഈസി ക്വസ്റ്റ്യൻ. ഇതൊരു ഹയർ എഡ്യൂക്കേഷൻ സീരീസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ പ്രൊവിഷൻ ഫോർ ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി? ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റിക്കുള്ള ഒരു പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് മിഡ് ഡേ മീൽ സ്കീം, സെക്കൻഡ് പോയിൻ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഏർണിംഗ് വൈൽ ലേണിംഗ് ഫോർ പുവർ സ്റ്റുഡൻസ്. അതായത് പഠിക്കുന്ന കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്നുള്ളത്. ആൻഡ് ഈ പറഞ്ഞ പോയിൻ്റ് വളരെ ഒരു ബ്ലണ്ടറാണ്. ആ ഒരു പോയിൻ്റ് ഇല്ല നമ്മളുടെ ഈ ഒരു പ്രൊവിഷൻ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫ്രീ ടെക്സ്റ്റ് ബുക്സ് ആണ്. ആൻഡ് അപ്പോൾ നമുക്കിവിടെ അപ്പോൾ തന്നെ കൺക്ലൂഡ് ചെയ്യാം, പോയിൻ്റ് 1ഉം 3 ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ഇവിടെ ഓപ്ഷൻ ഡിയിലാണ് ഈ പറഞ്ഞ കറക്റ്റ് പോയിൻറ്റ്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പ്രൊവിഷൻ ഫോർ ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി എന്നാണ്. ആൻഡ് ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഐ ഹോപ്പ് ദിസ് പോർഷൻസ് ആർ all clear to you. So with this note, we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.